ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ എൻട്രിക്കിന് ഇത് ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. പരിക്ക് കാരണം ഒരുപാട് കാലം പുറത്തിരിക്കേണ്ടി വന്നു. പിന്നീട് സാബി അലോൺസോ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടാൻ എൻട്രിക്കിന് ഇപ്പോൾ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന വിക്ടോർ റോക്കൊക്കെ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിക്കഴിഞ്ഞു. പക്ഷേ എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇതേക്കുറിച്ച് ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. അതായത് എൻട്രിക്ക് അദ്ദേഹത്തിന് നല്ലത് എന്താണോ ആ തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. എൻട്രിക്കിന് മുന്നിൽ ഇനിയും ഒരുപാട് വേൾഡ് കപ്പുകൾ ഉണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ബ്രസീൽ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സീസണിന്റെ തുടക്കത്തിൽ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് പരിക്കായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഓക്കെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും മികച്ചത് എന്താണ് എന്നുള്ളത് എൻട്രിക്ക് ക്ലബ്ബുമായും കുടുംബവുമായും ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. എൻട്രിക്ക് യുവതാരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് അല്ല ഈ വരുന്നത്. ഈ വേൾഡ് കപ്പ് കളിക്കാനുള്ള ക്വാളിറ്റിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മുന്നിൽ ഇനിയും ഒരുപാട് വേൾഡ് കപ്പുകളുണ്ട്. 2038 വരെ എൻട്രിക്കിന് സമയമുണ്ട്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് 2038 വരെയുള്ള വേൾഡ് കപ്പുകളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് എന്നാണ് കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ വേൾഡ് കപ്പിനുള്ള ഒരു പ്ലാനിൽ എൻട്രിക്കിന് ഇടമുണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, അദ്ദേഹം ഒളിമ്പിക് ലിയോണിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ലിയോണിലേക്ക് പോവുക. അവിടെ മികച്ച പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കാർലോ ആഞ്ചലോട്ടി ഈ താരത്തെ പരിഗണിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.